മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അഴീക്കുള്ളിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ക്രൂരതയുടെയും ഭീഷണിയുടെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലുമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത രാഹുൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുകയാണ്. സ്വതന്ത്രനായി നിന്നാലും പാലക്കാട് ജയിക്കും എന്നാണ് അവകാശവാദം. രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് വഴിനീളെ ഉണ്ടായത്. രാത്രി 12:30 പാലക്കാട് നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാവിലെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 6 മണിക്കൂറോളമാണ് രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി, അതുപോലെ ഷഫീദ് റാവുത്തർ, ഷംന എന്നിവർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, സമാന സ്വഭാവത്തിലുള്ള 2 കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയുടെ വിവരങ്ങൾ കേട്ട് കേരളം നടുങ്ങിയതാണ്. പക്ഷേ ജയിലിലേക്ക് പോകേണ്ട നില രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. നോ ടു അറസ്റ്റിന്റെയും മുൻകൂർ ജാമ്യത്തിന്റെയും സംരക്ഷണം ഉപയോഗപ്പെടുത്തി അന്വേഷണം നടക്കുന്നതിനിടയിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ മൂന്നാമത്തെ പരാതിയിൽ അഴിക്കുള്ളിലേക്ക് പോകുന്നു. അശ്വിൻ പാലാഴി. രജിത് സൂചിപ്പിച്ചതുപോലെ ആദ്യ പരാതിയിൽ സാമർഥ്യം ഉപയോഗിച്ചാണ് രാഹുൽ രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ പരാതിയിലും ആദ്യത്തേതിന് സമാനമായ ഗുരുതര കുറ്റകൃത്യങ്ങൾ കേട്ട് കേരളം ഞെട്ടിയതാണ്. അതിലും പക്ഷേ സമാനമായ രീതിയിൽ മുൻകൂർ ജാമ്യം നേടി രാഹുൽ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ മൂന്നാമത്തെ പരാതിയിൽ അടിതെറ്റി കൃത്യമായ ആസൂത്രണത്തോടെ പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഇന്നലെ രാത്രി കേരളം കേട്ട വാർത്ത. ഇന്നിപ്പോൾ ഇതാ 14 ദിവസം റിമാൻഡിൽ അഴിക്കുള്ളിലേക്ക് രാഹുൽ പോവുകയാണ്. രാഹുലിന്റെ ബുദ്ധി ഉപയോഗിച്ച് മുൻകൂർ ജാമ്യം നേടാനോ മറ്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയം പോലും രാഹുലിന് കിട്ടാതെയുള്ള കേരള പോലീസിന്റെ ഇടപെടലാണ് ഈ 2 പരാതികളിൽ രക്ഷപ്പെട്ട രാഹുലിനെ മൂന്നാമത്തെ പരാതിയിൽ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലടക്കം രാഹുലിന്റെ ക്രൂരതകൾ പോലീസ് വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഹാബിച്വൽ ഒഫൻഡർ എന്നാണ് രാഹുൽ മാങ്കൂട്ടം MLA പോലീസ് വിശേഷിപ്പിക്കുന്നത്. അതായത് സ്ഥിരം കുറ്റവാളിയാണ്. സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭാ സാമാജികനും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ള ആളുമാണ് രാഹുൽ മാങ്കൂട്ടം. ഒപ്പം അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം നൽകി ഇയാൾ പുറത്തുപോയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും അതിനുമപ്പുറത്തേക്ക് അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാമ്യം നിഷേധിച്ച് 14 ദിവസം അഴിക്കുള്ളിലേക്ക് രാഹുലിന് വഴി തുറന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച മുൻപുണ്ടായ കാര്യങ്ങൾ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട്. അത് FIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരുന്നു സമാന സ്വഭാവമുള്ള കേസുകളിൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി ആ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ ഉണ്ടായത്. അത് ഈ കേസിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു. ഒപ്പം ഇയാൾ പ്രതിയായിട്ടുള്ള കേസിലെ അതിജീവിതമാരെ സൈബർ ബുള്ളിയിങ് നടത്തി അധിക്ഷേപം തുടരുന്നത് ഇപ്പോഴും തുടരുന്ന ഒരു സംഭവമാണ്. അതിന് ഈ അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അധിക്ഷേപം നടത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 2 കേസുകളിൽ രാഹുലും അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളും ഈ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ നടത്തുന്ന സൈബർ ബുള്ളിങ്ങിനെ തുറന്നു കാട്ടുന്ന ഒരു പോയിന്റ് കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രതി നിയമ നടപടികളെ വെല്ലുവിളിച്ച് കഴിഞ്ഞ 2 കേസുകളിൽ ഒളിവിൽ കഴിഞ്ഞ കാര്യം കൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ കേസ് കഴിഞ്ഞ 2 കേസുകളിൽ തുടർ നടപടികൾ വൈകിക്കുന്നതിന് പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലായി കൂടി പോലീസ് ചിത്രീകരിക്കുകയാണ്. ഒപ്പം ഈ പോലീസ് കഴിഞ്ഞ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ രാഹുലിന്റെ ഫോണ് പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കിന് ആ ഫോണ് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതായത് ആ അന്വേഷണത്തോട് സഹകരിക്കാത്ത രാഹുൽ ഫോണിന്റെ ലോക്ക് പാറ്റേൺ പോലും പറഞ്ഞു നൽകുന്നില്ല എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഗുരുതരമായ കുറ്റകൃത്യം ആ ഫോണിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കൂടി പോലീസ് കോടതിയെ അറിയിക്കുന്നുണ്ട്. അതായത്
ഈ ഏറ്റവും അവസാന പരാതിയുമായി വന്ന യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും അതിന് മുൻപുള്ള ചാറ്റ് വിശദാംശങ്ങളും അടക്കം ഈ ഫോണിലാണ് ഉള്ളത്. അത് പരിശോധിക്കണമെങ്കിൽ രാഹുലിന്റെ സഹകരണമില്ലാതെ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുൽ അതിനോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അതിന് ലോക്ക് പാറ്റേൺ പറഞ്ഞു തരാൻ പോലും തയ്യാറാകുന്നില്ല. അങ്ങനെ ധാരാളം ഡിജിറ്റൽ ഡിവൈസുകൾ ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നുള്ള പ്രതികരണമടക്കം മുഖമുള്ള പരാതികൾ വന്നതിന് ശേഷം രാഹുൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ പരാതിയിൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങളാണ് ഈ പരാതിയിൽ ഇടം പിടിക്കുന്നത്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നാണ് നിലവിൽ വിദേശത്തുള്ള യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ആശുപത്രി രേഖകൾ ഉൾപ്പെടെ നിർണായക തെളിവുകൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി, ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ, FIR-ലെ പരാമർശങ്ങൾ, അതിനൊക്കെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത് DNA പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിക്കുന്നു എന്നതാണ്. അശ്വിൻ പാലാഴി, അത് വളരെ നിർണായകമായ നീക്കം തന്നെയാണ്. അതിനോടകം തന്നെ രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന് DNA പരിശോധനയ്ക്കായി വിധേയമാക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ടത്. അത് ഒരു തരത്തിലും രാഹുലിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നിന്ന് ഒരു പഴുതും ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെടരുത് എന്നുള്ള ഒരു കാര്യത്തിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിൽ ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രാഹുലിന്റെ രക്തസാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായി കൂടി ഈ കേസ് തെളിയിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ വിദേശത്തുള്ള യുവതി വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ആ പരിശോധനകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 14 ദിവസത്തെ കസ്റ്റഡി കാലയളവ് രാഹുലിനെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ്. പക്ഷേ ഈ ജയിലിലേക്കുള്ള യാത്രയിൽ പോലീസിന് അന്വേഷണ സംഘത്തോട് കസ്റ്റഡി ഇരിക്കവേ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും നമുക്ക് കാണാനാകുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത് സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ജയിക്കും, അതുകൊണ്ട് എനിക്കൊരു തിരിച്ചുവരവുണ്ടാകും എന്നുള്ള ഭീഷണിയാണ്, എന്നുള്ള വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തോട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അതായത് ഈ കേസിൽ ഇത്രത്തോളം തെളിവുകൾ അതിജീവിത ഹാജരാക്കി അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകി അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുന്നു. ആ അറസ്റ്റിൽ പോലും ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം കൈവിടാതെ രാഹുൽ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥരെ പോലും വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും അതിന് രാഹുലിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കും വ്യക്തതയില്ല. പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകൾ അത് മായ്ച്ചു കളയാനാകുന്നതല്ല. ഈ അതിജീവിതം തന്നെ പറയുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ, ആ ചാറ്റുകളടക്കം രാഹുലിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ട്, അത് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ അതിനോട് സഹകരിക്കുന്നില്ല. ആ ഫോണിന്റെ ലോക്ക് മാറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. അതെന്താണ് ലോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ ഈ കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത പോലീസിനത് സ്വമേധ അല്ലെങ്കിൽ കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തത് പോലീസിന് ചെയ്യാവുന്നതാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചാൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.